ഞാൻ ഡോക്ടർ എ സഫിയ ബീവി, റിട്ടയർഡ് മാത്തമാറ്റിക്സ് ടീച്ചറാണ്. ദീർഘകാലത്തെ മാത്തമാറ്റിക്സ് അധ്യാപനത്തിൻ്റെ അനുഭവത്തിൽ എന്തുകൊണ്ട് വിദ്യാർത്ഥികൾ മാത്തമാറ്റിക്സ് പഠിത്തത്തിൽ പിറകിലായി പോകുന്നു എന്ന് ഒന്ന് വിശകലനം ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ മാത്സ് പഠിപ്പിച്ച് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങുമ്പോൾ അത് അടുത്തത് തുടർന്ന് പഠിക്കാനുള്ള ഒരു ഇൻസ്പിറേഷനോടുകൂടി അത് പഠിപ്പിച്ചെടുക്കണം. അതായത് നമ്മൾ കൗണ്ടിങ് നമ്പേഴ്സ് തുടങ്ങുമ്പോൾ തന്നെ ഈ മാത്സ് പഠിത്തവും ആരംഭിക്കുകയാണ്. അപ്പോൾ അതിനോടൊരു താല്പര്യം, ഒരു ഇഷ്ടം, അത് തുടർന്ന് അതിൻ്റെ അടുത്തടുത്ത് എന്താണെന്ന് കുട്ടി അങ്ങോട്ട് ആലോചിച്ച് പോകത്തക്ക രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷൻ നമ്മുടെ അധ്യാപകരുടെയും പേരൻസിൻ്റെയും ഭാഗത്തു നിന്ന് വേണം. അപ്പോൾ ഇപ്പം നമ്മൾ 1 2 3 പഠിപ്പിച്ച് 10 വരെയോ ഒക്കെ കൊണ്ടെത്തിയാൽ പിന്നെ നമ്മൾ തിരിച്ചു വന്നിട്ട് വീണ്ടും 1 2 തുടങ്ങുമ്പോൾ കുട്ടി അടുത്ത 3 4 5 അതിന് വേരിയസ് മെത്തേഡ്സും ചിത്രങ്ങളുടെ സഹായം എല്ലാം മെറ്റീരിയൽസും അവിടെ ഉണ്ട്. അവിടുന്ന് നമ്മൾ ശ്രദ്ധിച്ച് കൊണ്ടുപോകണം. അതായത് ഇപ്പോൾ നമ്മൾ 10 കഴിഞ്ഞു 11 12 20 വരെ പഠിപ്പിച്ചാൽ തിരിച്ചു വരുമ്പോൾ 11 നമ്മൾ പറയുമ്പോൾ 12 കുട്ടി പറയാൻ പാകത്തിന് അവനെ ഉത്സാഹപ്പെടുത്തി അവനൊരു ഗ്രാഹ്യം വരണം. അവിടെ അടുത്തത് അതായത് അവൻ ഇൻട്രസ്റ്റഡ് ആകണം അത് പഠിക്കാൻ. അപ്പോൾ ആ ഇൻട്രസ്റ്റ് ഇല്ലാതെ കുട്ടി കഷ്ടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ സമയം നീക്കി കിട്ടുന്ന രീതിയിൽ മാത്സ് പഠിച്ചാൽ അടുത്ത ഹയർ ലെവലിലേക്ക് വരുമ്പോൾ, അതായത് പിന്നെ അഡിഷൻ വരും, പിന്നെ 100 200 1000 വരെയുള്ള പഠിത്തങ്ങൾ വരും. അഡിഷൻ കഴിഞ്ഞാൽ സബ്ട്രാക്ഷൻ വരും, സബ്ട്രാക്ഷൻ കഴിയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ വരും, പിന്നെ ഡിവിഷൻ വരും. അപ്പോൾ ബേസിക്കലി നമ്പേഴ്സ് പഠിച്ച് നല്ല തറവായി നല്ല ഉത്സാഹത്തോടെ ഇരുന്നാലേ നമ്മൾ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നവർക്ക് മനസ്സിലാവും. അത് മുതിർന്ന ക്ലാസ് ആയാലും അങ്ങനെ തന്നെ അടുത്തടുത്ത പോർഷൻ. ഇപ്പോൾ നമ്മൾ 3ലോ 4ലോ ഒക്കെ തുടർന്ന് മാത്സ് പഠിപ്പിക്കുമ്പോഴും അതുപോലെയാണ്. അതായത് ഒത്തിരി പിറകെ തന്നെ, അതായത് ചെറിയ ക്ലാസ്സിലെ ഒത്തിരി പിറകിലായി പോയ കുട്ടി മുതിർന്ന് വരുംതോറും 5ാം ക്ലാസ് 6ാം ക്ലാസ്സൊക്കെ എത്തുന്തോറും ഒത്തിരി കൂടെ മാത്സിൽ വീക്കായാൽ പിന്നെ അവന് അത് മനസ്സിലാക്കിയെടുക്കാൻ ഭയങ്കര, കാരണം അതുവരെയുള്ള റൂൾസ്, മാത്സ് എന്ന് പറയുമ്പോൾ കുറേ റൂൾസ്, പിന്നെ അതിനകത്ത് തന്നെ പ്രിൻസിപ്പിൾസ്, തിയറീസ്. അപ്പം നമ്മൾ പിറകിലെ ക്ലാസ്സിലെ ഹോംവർക്കുകൾ നന്നായിട്ട് നമ്മൾ ചെയ്താലേ പിറകിലെ ക്ലാസ്സുകൾ നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കിയാലേ, അതായത് അത് എപ്പോഴും നമുക്ക് ഓർമ്മ വേണം, ഓർത്തെടുക്കണം. റൂൾസ് മറന്നു പോകാൻ പാടില്ല. അഡിഷൻ്റെ റൂൾസ് എങ്ങനെ, മൾട്ടിപ്ലിക്കേഷൻ്റെ റൂൾസ് എങ്ങനെ, ഡിവിഷൻ്റെ റൂൾസ് എങ്ങനെ, ഇത് മറന്നു പോയാൽ വീണ്ടും നമ്മളത് വീണ്ടും പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് പോകുമ്പോൾ കുട്ടിക്ക് ബേസ് ഇല്ലാതെ കുട്ടി ഹയർ ക്ലാസ്സിലേക്ക് വന്നെത്തും. അപ്പോൾ ഈ ബേസ് ഇല്ലാതെ പോകുന്ന എന്തുകൊണ്ടാണ്? പഠിക്കാൻ അവിടെ നിന്ന് ഇൻട്രസ്റ്റ് ഇല്ലാതെ പോയെന്ന് പറഞ്ഞാൽ പ്രസൻറ്റേഷൻ്റെ രീതി, കുട്ടി മനസ്സിലാക്കുന്ന രീതി, കുട്ടിയെ നമ്മൾ അധ്യാപകർ ഒരു രീതി പഠിപ്പിക്കും, കുട്ടി വീക്കാണെന്ന് കാണുമ്പോൾ വീട്ടിൽ പേരൻസ് വേറൊരു രീതി പറഞ്ഞു കൊടുക്കും. ഈ 2 രീതിയും കൂടെ കുട്ടിക്ക് കോംപ്ലിക്കേഷനാകും. അപ്പോൾ പേരൻസും ശ്രദ്ധിക്കണം, അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്ന അതേ മെത്തേഡിന് വേണ്ട സപ്പോർട്ട് വീട്ടിൽ കൊടുക്കണം. അപ്പോൾ കുട്ടിക്ക് കുറച്ചുകൂടെ തറവാകും. അല്ലാതെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ പേരൻസ് പഠിപ്പിച്ചെടുക്കരുത്. ക്ലാസ്സിൽ ഫോളോ ചെയ്യുന്ന രീതിക്ക് എങ്ങനെയാണോ അത് പറഞ്ഞു കൊടുക്കണം. അതിലെന്തെങ്കിലും പെശകുണ്ടെങ്കിൽ അത് അധ്യാപകരുമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കിയതിന് ശേഷം 2 പേരും കൂടി പരിഹരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മാത്സിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞു വരുന്നത്. മുതിർന്ന ക്ലാസ്സിലേക്ക് വരുംതോറും കുറച്ചുകൂടെ ഡെറിവേഷൻസ് ആയി വരും. അതായത് ഫൈൻഡ് ഔട്ട് ദ ഫോളോയിങ്, അല്ലെങ്കിൽ സോൾവ് ദ പ്രോബ്ലം, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞു വരുമ്പോൾ അതിനകത്ത് ഒത്തിരി ഫോമുലാസ് അപ്ലൈ ചെയ്യാൻ കാണും, റൂൾസ് കാണും, പ്രിൻസിപ്പിൾസ് കാണും. അതുവരെയുള്ള മാത്തമാറ്റിക്സിൻ്റെ ഏത് ക്ലാസ്സാണ്, ഇപ്പോൾ 8ാം ക്ലാസ് ആണെങ്കിൽ 8ാം ക്ലാസ് വരെയുള്ള മാത്തമാറ്റിക്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് പോയിരിക്കുന്നതിൻ്റെ ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഒക്കെ തരത്തിൽ ചെറുതായിട്ടോ വലുതായിട്ടോ അവിടെ നമുക്ക് വേണ്ടി വരും. അപ്പം പ്രീവിയസ് ക്ലാസ്സുകളിൽ ഏതെങ്കിലും ഒത്തിരി വീക്കുള്ള കുട്ടിക്ക് അവിടെ എത്തുമ്പോൾ വീണ്ടും പ്രയാസമാകും. അപ്പോൾ നമ്മൾ ട്യൂഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ വീണ്ടും 10ാം ക്ലാസ്സിൽ കുട്ടി എത്തും. 10ാം ക്ലാസ്സിലെത്തുമ്പോഴും അതുപോലെ തന്നെ കുറച്ചുകൂടെ ഹയർ ലെവലായി. 10ാം ക്ലാസ്സിലെ മാത്സ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഹയർ ലെവലായി. അപ്പോൾ അവിടെയും കുട്ടിക്ക് പ്രീവിയസ് ക്ലാസ്സുകളിലെ കാര്യങ്ങളിൽ വീഴ്ച വന്നു തുടങ്ങും. അപ്പോൾ 10ാം ക്ലാസ് വരെയുള്ള കുട്ടിയുടെ കാര്യം എടുക്കാം, നമുക്ക് എങ്ങനെ അത് പരിഹരിച്ചെടുക്കാം. അതായത് കുട്ടിക്ക് പ്രീ റിക്വസിസ്റ്റ്, അതായത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്, കഴിഞ്ഞ പാഠങ്ങളിൽ പഠിച്ചത്, ഇന്നലെ പഠിച്ചത് ഒന്നും കുട്ടിക്ക് മെമ്മറിയിലില്ല, ബൈ ഹാർട്ടല്ല. അതുകൊണ്ടാണ് ഇന്നത്തെ കാര്യം മനസ്സിലാകാത്തത്. അപ്പോൾ എന്നും നമുക്ക് അധ്യാപകർക്ക് ഇന്നലത്തെ പോർഷൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഇന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇന്നലത്തെ പോർഷൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നമ്മൾ ഇന്നലെ എന്തുവരെ പഠിച്ചു നിർത്തി അതിൽ അപ്ലൈ ചെയ്ത തിയറിയും റൂൾസും ഫോമുലയും
എന്താണ് അതെല്ലാം ഒരാവർത്തി പറഞ്ഞു കൊടുത്ത്, എന്നിട്ട് ഇന്ന് നമ്മൾ എന്താണ്, അതിനെ തുടർന്ന് ഇന്ന് എന്ത് പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരുവിധം ഇനി പറ്റിയില്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ നോട്ട് എടുത്ത് വായിച്ച് നോക്കിച്ചിട്ട് അതിൽ പോയി ആ റൂൾസും എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ അവിടെയും റൂൾസ് ഫോളോ ചെയ്യാൻ കുട്ടിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ തുടർന്ന് പോകുമ്പോൾ കുറേശ്ശെ നമ്മളത് സ്ട്രിക്റ്റ് ആക്കുമ്പോൾ, പഠിച്ചിട്ട് വരണം, കഴിഞ്ഞ ദിവസങ്ങളിൽ അത് പഠിച്ചിട്ട് തന്നെ വരണം എന്നുള്ളത് നമ്മൾ സ്ട്രിക്റ്റ് ആക്കുമ്പോൾ കുറച്ചൊക്കെ അവരൊന്ന് ഉഷാറാകും. അതുപോലെ കുട്ടിയെയും ബോധ്യപ്പെടുത്തി കൊടുക്കുക, ഇതിനകത്ത് ഇത്രയും റൂൾസ് ഉണ്ട്, ഈ റൂൾസ് അറിഞ്ഞിരിക്കണം, അത് കാണാതെ പഠിച്ചു വയ്ക്കണം. കാണാതെ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യാൻ പോകുന്ന റൂൾസ് ഒരു ബുക്കിൻ്റെ ഏറ്റവും ബാക്കിലോ എവിടെയെങ്കിലും ഒരിടത്ത് പ്രത്യേകം അവരെ കൊണ്ട് കുറിച്ച് വെപ്പിച്ച് ഓരോ ദിവസവും അപ്ലൈ ചെയ്യുന്ന ഫോമുലാസ് അവർക്ക് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രീവിയസ് ക്ലാസ്സിൽ നിന്ന് നമുക്കെടുത്ത് അപ്ലൈ ചെയ്യേണ്ടി വരുന്ന ഫോമുലാസ് ബുക്കിൻ്റെ ബാക്കിൽ ഒരിടത്ത് എഴുതിയിടാൻ വേണ്ട ഒരു പ്രോത്സാഹനം കുട്ടിക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ പഠിപ്പിച്ചു തുടങ്ങുമ്പോൾ ഏത് ഫോമുലയാണ് വേണ്ടത് അത് അവിടെ നിന്ന് കുട്ടി എടുത്തുകൊണ്ട് വന്ന്, അപ്പോൾ കുട്ടിക്ക് കുറച്ചുകൂടെ ഒരു രസമായിരിക്കും, കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റ് വരും പഠിക്കാൻ. മനസ്സിലാകാതെ ഇല്ലാതാണ് ഇവിടെ കൊടുക്കുന്നത് എന്ന് അവന് ബോധ്യം വരും. അതുപോലെ തന്നെ ഒരു ഭാഷൻ്റെ ഒരു വരിയിൽ നിന്ന് അടുത്ത വരിയിലേക്ക് പോകുന്നത് എപ്പോഴും ഒരു നിയമം അനുസരിച്ചായിരിക്കും. എന്തെങ്കിലും ഒരു ഹിൻ്റ് അവിടെ തന്നിട്ടുണ്ടാവും. ആ ഹിൻ്റ് ഇപ്പം നമുക്കൊരു പ്രോബ്ലം തന്നെ നമുക്ക് നോക്കാം. ആ പ്രോബ്ലത്തിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടാകും. അതിൽ നിന്ന് അത്രയും കാര്യങ്ങളോ അല്ലെങ്കിൽ അതിനെ ആധാരമാക്കി അടുത്ത കാര്യങ്ങൾ, അതിൻ്റെ റിസൾട്ട് അത് സോൾവ് ചെയ്യണം. അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടി വെച്ചുകൊണ്ട് ഗിവൺ, വാട്ട് ആർ ഗിവൺ ദെയർ, അതാദ്യം എഴുതി വയ്ക്കും, വാട്ട് ആർ ഗിവൺ. അപ്പോൾ അതിനകത്തുനിന്ന് ചിലപ്പോൾ അതൊരു ഫോമുലയായിരിക്കും അപ്ലൈ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു തിയറിയുടെ ഭാഗമായിരിക്കും, ഒരു തിയറമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രിൻസിപ്പിൾ ആയിരിക്കും. അപ്പോൾ ഈ അതിനെ ബേസ് ചെയ്താണ് ഇത് തുടർന്ന് പോകുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ലൈൻ എങ്ങനെ സോൾവ് ചെയ്തെടുക്കാം, പിന്നെ അതിനകത്ത് നിന്നുകൊണ്ട് അടുത്ത ലൈനിലേക്ക് എന്തൊക്കെ അവിടെ ഉണ്ട്, ഇതിങ്ങനെ ക്ലബ് ചെയ്താൽ ഇതാകും, അടുത്തത് ഇങ്ങനെ ക്ലബ് ചെയ്താൽ, അതായത് അതിനെ അനലൈസ് ചെയ്ത് നമ്മുടെ ഒന്നുകിൽ ആൻസർ ഗിവൺ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു ആൻസറിൽ എത്തിച്ചേരും. അതുവരെ നമുക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ ഒരു ഇൻസ്പിറേഷൻ കുട്ടിക്ക് കൊടുത്താൽ ഒരു പരിധിവരെ മാത്സ് പഠിക്കുന്നതിൽ കുട്ടിക്കുള്ള ബുദ്ധിമുട്ടൊന്ന് കുറഞ്ഞു കിട്ടും.